നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. സംഭവം നടന്നത് ഇന്നലെയാണ് എങ്കിലും പൊതുജന മധ്യത്തിൽ ഏറെ ചർച്ചയായത് ഇന്ന് രാവിലെ മുതലാണ്. അതായത് CPMൻ്റെ കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥിനെ ഒരാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ വെട്ടിക്കൊലപ്പെടുത്തിയത് ആരാണ് എന്നും എന്തിനായിരുന്നുവെന്നും എല്ലാം ഇപ്പോൾ പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. അതായത് ഈ കൊലപാതകത്തെക്കുറിച്ച് നമുക്കറിയാം. അഭിലാഷ് എന്ന ഒരു മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്, CPMൻ്റെ തന്നെ ഒരു മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് PV സത്യനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വ്യക്തിവൈരാഗ്യമാണ് അതിന് പിന്നിൽ എന്ന് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള ആദ്യ മണിക്കൂറുകളിലെ ചിലരുടെ ആ പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് ആദ്യമായിട്ട് M സ്വരാജാണ്. പാർട്ടിയിലെ ബുദ്ധിജീവിയാണ്, വലിയ ജനകീയ അടിത്തറയുള്ള നേതാവാണ് എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളിലൊക്കെ ചർച്ചകളിൽ എതിരാളികളെ അടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ അത്രമാത്രം ഗാംഭീര്യമുള്ള നേതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് RSS ഭീകരതയുടെ ഒടുവിലത്തെ ഇര, റെഡ് സല്യൂട്ട് കോമ്രേഡ് എന്ന വാചകത്തോടു കൂടിയാണ് സത്യനാഥിൻ്റെ പടം ഷെയർ ചെയ്തുകൊണ്ട് M സ്വരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു മഹാനുണ്ട്, M വിജിൻ MLA, ജനപ്രതിനിധിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർന്നു വരുന്ന നേതാവാണ്, യുവ തുർക്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുക. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രത്യയശാസ്ത്രമാണ് RSSനെ നയിക്കുന്നത്. അതിന് അമ്പലമെന്നോ ആരാധനാ കേന്ദ്രങ്ങളൊന്നോ ഇല്ല. CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് PV സത്യനാഥിനെ RSS ക്രിമിനലുകൾ അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി പ്രതിഷേധിക്കുക. അവിടെ RSS ക്രിമിനലുകൾ എന്ന് പറയുന്നുണ്ട്. RSSകാരെ മാത്രമല്ല, അമ്പലത്തെയും അമ്പലപ്പറമ്പിനെയും ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതാണ് രണ്ടുപേരുടെ. അടുത്തതായി മറ്റൊരു മഹാൻ കൂടി വരുന്നുണ്ട്. ആ മഹാൻ്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPMൻ്റെ വളർന്നു വരുന്ന നേതാവാണ്, നേരത്തെ പറഞ്ഞതുപോലെ യുവ തുർക്കിയാണ്. അദ്ദേഹവും വാർത്താ മാധ്യമങ്ങളിലെ ചർച്ചകളിലൊക്കെ സജീവ സാന്നിധ്യമാണ്. പ്രത്യേകിച്ചും ക്യാപ്സ്യൂളിൻ്റെ ആശാനാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മൈക്രോസോഫ്റ്റ് പവർ ബിൽഡർ എക്സൽ എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധി നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറിയെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തി. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാണ് കൊല്ലപ്പെട്ടത്. ആദരാഞ്ജലികൾ എന്നാണ് ആ പോസ്റ്റ്. അത് 1 മണിക്കൂറിന് ശേഷം എഡിറ്റ് ചെയ്തിരിക്കുന്നു. RSSകാർ അങ്ങ് മാഞ്ഞുപോയി. അതായത് കൊയിലാണ്ടി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തി, കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാണ് കൊല്ലപ്പെട്ടത്, ആദരാഞ്ജലികൾ എന്നാണ്. ഇതൊക്കെയാണ് പ്രമുഖരായ നേതാക്കളുടെ ആദ്യ മണിക്കൂറുകളിലെ പ്രതികരണങ്ങൾ. ഒരു സ്വന്തം പാർട്ടിയിലെ ഒരു സഖാവ്, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതേ പാർട്ടിയിലെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആ സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ കൊലപ്പെടുത്തിയതിന് ശേഷം RSSകാരെ ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട്, അമ്പലങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട്, അമ്പലപ്പറമ്പുകളെ വലിച്ചിഴച്ചുകൊണ്ടുള്ള CPMലെ യുവ തുർക്കികളുടെ പ്രതികരണമാണ് നമ്മൾ ഈ കേട്ടത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇവരൊക്കെ പോസ്റ്റ് പിൻവലിക്കുകയോ എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡിറ്റിംഗ് ഹിസ്റ്ററി ഒന്നും ആർക്കും അറിയില്ല എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. എന്തായാലും ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണമാണ് ഇന്ന് രാവിലെ മുതൽ നടന്നത് എന്ന് നമുക്കറിയാം. ഒരു രക്തസാക്ഷിയെ കിട്ടിയതിലുള്ള സന്തോഷം, ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഉത്തരവാദിത്വം, അതിനെ എതിർ രാഷ്ട്രീയ ചേരിയിലേക്ക് കൊണ്ടുചെന്ന് പഴിചാരാനുള്ള വ്യഗ്രത, അതെല്ലാം ഈ പോസ്റ്റുകളിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ കൊലപാതകത്തെക്കുറിച്ചൊക്കെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ലഭ്യമാണ്. അതായത് അഭിലാഷ് സത്യനാഥിനെ കൊല്ലുന്നത് ദുരൂഹമായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ആരുമില്ലാത്ത ഇടത്തൊന്നുമല്ല. ചില കൊലപാതകങ്ങൾ ഉണ്ടാകുമല്ലോ, അത് ആരാണ് കൊലപ്പെടുത്തിയത്, ആരാണ് ഇതിന് പിന്നിലെന്നൊക്കെ വളരെ വ്യക്തമായ അന്വേഷണത്തിന് ശേഷം, ദിവസങ്ങളോ മാസങ്ങൾക്കോ ശേഷമാണ് വെളിപ്പെടുക. അത്തരം കേസുകളിലൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായാൽ സമ്മതിക്കാം. അതും അങ്ങനെയാണ് എങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ മേൽ പഴിചാരാതെ മൗനം പാലിക്കണമെന്നാണ്. വ്യക്തമായ സൂചനകൾ ഇല്ലാതെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതുമല്ല, നിയമപ്രകാരവും അത് തെറ്റാണ്. പക്ഷേ ഇതങ്ങനെയല്ല. കൃത്യമായി ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ചാണ് അഭിലാഷ് സത്യനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അമ്പലത്തിൽ ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. അഭിലാഷാണ് വെട്ടിക്കൊന്നത് എന്ന് നാട്ടുകാർ തത്സമയം കാണുന്നുണ്ട്. ഈ നേതാക്കളൊക്കെ ജനകീയ അടിത്തറയുള്ള നേതാക്കളാണ് എന്ന് പറയുന്നു. CPM താഴെത്തട്ടിൽ തൊഴിലാളികളുടെ ഇടയിൽ, അടിസ്ഥാന ജനവർഗത്തിൻ്റെ ഇടയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് എന്ന് വീമ്പിളക്കുന്നവരാണ്.
ഇവർക്ക് കൊയിലാണ്ടിയിലെ പാർട്ടി ഘടകവുമായി സംവദിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഒരു 5 മിനിറ്റ് ചെലവഴിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും അവർക്ക് ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ. അതായത് കൊയിലാണ്ടിയിലേക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായി നേതാക്കൾക്ക് പിടികിട്ടും. പക്ഷെ അതിനൊന്നും നേതാക്കൾക്ക് സമയമില്ല. വാർത്ത കേട്ടയുടൻ, അതും ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നായിരിക്കാം കേട്ടത്, ആ വാർത്ത കേട്ടയുടൻ നേരെ എടുത്ത് വച്ച് പിടിക്കുകയാണ് RSSൻ്റെ മണ്ടയ്ക്ക്. ഇതാണ് ഇവിടുത്തെ പ്രബുദ്ധ കേരളത്തിൽ പുസ്തകം വായിക്കുന്നുവെന്നും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കയറിയിട്ടില്ല എന്ന് പോലും പറയുന്ന വീമ്പിളക്കുന്ന യുവതുർക്കികളുടെ, കമ്മ്യൂണിസ്റ്റ് യുവതുർക്കികളുടെ ബൗദ്ധിക അടിത്തറ എന്ന് പറയുന്നത്. എന്തിനും ഏതിനും ചാടി ഇറങ്ങുക RSSന് എതിരെയായിരിക്കും. ഒടുവിൽ എഡിറ്റ് ചെയ്ത് മുടിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇവരൊക്കെയാണ് ജനകീയ അടിത്തറയുള്ള നമ്മുടെ നേതാക്കൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.